എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എൻ്റെ പേര് ദീപ ആൻഡ് വെൽക്കം ടു ചിയാമോ വ്ലോഗ്സ്. നമ്മൾ കുറേ കാലത്തിന് ശേഷം പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അത്. ഏകദേശം ഒരു 2 മാസമായി ഞാൻ ദീപ ചേച്ചിട്ട് അങ്ങോട്ട് വരാം, ദീപ ചേച്ചി ഇങ്ങോട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു Q&A പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ദീപ ചേച്ചി ആണ് ദീപ ചേച്ചിയുടെ ചാനലിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, എനിക്ക് മറുപടി പറയാൻ മുട്ടുന്നു എന്നുള്ള രീതിയിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് മറുപടികളായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഞാൻ കുറേ തവണ ചോദിച്ചു എന്താ ക്വസ്റ്റ്യൻ നമുക്കൊന്ന് കാണിച്ചു തരണം, ഒന്ന് പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു കാണിച്ചിട്ടില്ല, കാരണം വെച്ചാൽ ഓൺ ദി സ്പോട്ട് ചോദിക്കുമ്പോൾ എൻ്റെ ഒരു ഫണ്ണും ത്രില്ലും ക്വസ്റ്റ്യൻ കാണാൻ ചിലപ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണോ ദീപ ചേച്ചിക്ക് ചോദിക്കാനുള്ള കാര്യങ്ങൾ. അതെ അതെ. പക്ഷെ അപ്പൊ ചിലപ്പോൾ എൻ്റെ കയ്യിൽ നിന്നുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് വ്ളോഗാണ്. സ്റ്റേ ട്യൂൺഡ്. എന്റെ ശബ്ദം മാറിയുണ്ടോ? നല്ല മാറി. ഇടയ്ക്ക് എനിക്ക് ഇങ്ങനെ ഒരു സെക്സി വോയിസ് വരും, അറിയില്ല. രാവിലെ എണീറ്റിട്ട് നമ്മുടെ ശബ്ദമൊക്കെ മാറിക്കഴിഞ്ഞാല് പക്ഷെ എനിക്കിഷ്ടമാണ് എന്റെ സൗണ്ട് മാറുമ്പോ. എനിക്ക് പണ്ട് റാണി മുഖർജിക്ക് കുറച്ചൊരു വേറെ സൗണ്ട് അല്ലേ? നിങ്ങൾക്ക് റാണി മുഖർജി ആരാന്നറിയാം? സോറി, ഒരു ബോളിവുഡ് വിരോധിയാണ് അവൾ, അതുകൊണ്ട്. അപ്പൊ റാണി മുഖർജിക്ക് കുറച്ചൊരു ഹെവി, ഒരുമാതിരത്തെ ഒരു ഹെവി എന്ന് പറയാൻ പറ്റില്ല, ഒരു കുറച്ച് അടഞ്ഞൊരു സൗണ്ടാണ്. അപ്പോൾ ഒരു സമയം എനിക്ക് കോളിലൊക്കെ വരുമ്പോൾ ആ ഒച്ച വരുമ്പോൾ എനിക്ക് തോന്നുന്നത് റാണി മുഖർജി പോലെ. അപ്പൊ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ട് ഏകദേശം 4 മാസമായി. പക്ഷെ നേരെ ഐഷു പറഞ്ഞ പോലെ ഇല്ല, 4 മാസമായി. പിന്നെ ചിലവർ റെഗുലർലി മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് എപ്പോഴാണ് Q&A ഇടേണ്ടത്. കുറെ പേര് മറന്നു പോയിട്ടുണ്ടാവും അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഞങ്ങൾ പോസ്റ്റ് ചെയ്തത്. പക്ഷെ എന്തായാലും നമുക്ക് ആ പോസ്റ്റിന് 77 ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസിനും നമുക്ക് ഇവിടെ കാണിക്കാം ആ പോസ്റ്റ്. ഇവിടെ കാണിക്കാല്ലേ. അപ്പോൾ 77 ക്വസ്റ്റ്യൻസിൽ കുറെ ക്വസ്റ്റ്യൻസ് കോമൺ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മൾ കുറെ കോമൺ ക്വസ്റ്റ്യൻസിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പിക്ക് ചെയ്യാം. ബാക്കി വെറൈറ്റി ആയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ആൻസർ ചെയ്യാൻ പിക്ക് ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. വലിയ ടീമാണ്. സോ വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ടിയാമോസ് പ്രഹസനം. ആയിഷ പറഞ്ഞ് ദിവസം ടാബ് കൊടുത്തിരുന്ന നല്ല സ്റ്റൈലായിരിക്കും കേട്ടോ. എങ്ങനെങ്കിലും ഈ സാധനം ആരെങ്കിലും തുറക്കട്ടെ, ഉപയോഗിക്കാതിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ക്വസ്റ്റ്യൻസ് തുറക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എൻ്റെ പോസ്റ്റിലും കാണുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്നോടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഐഷു വായിക്കണതല്ലേ രസം. ഐഷു ക്വസ്റ്റ്യൻ വായിക്കുന്നത്. എന്നോടുള്ള ക്വസ്റ്റ്യൻ ഐഷു വായിക്കുന്നു, ഐഷുവിനുള്ള ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുന്നു. സീയിങ് ദ ഗ്രോത്ത് ഓഫ് ഐഷു. നമ്മൾ രണ്ടുപേരുള്ള ക്വസ്റ്റ്യൻ വായിക്കാൻ വേണ്ടി വിഷ്ണുവിനെ മോള് നടക്കുന്നു. Seeing the growth of Aishu, do you regret stopping the YouTube journey in between? Not at all, because ഞാൻ യൂട്യൂബ് ജേർണി സ്റ്റോപ്പ് ചെയ്തത് എൻ്റെ പേഴ്സണൽ റീസൺസ് കൊണ്ടാണ്. അപ്പം ഞാൻ ഹാപ്പി ആയിരുന്നു. എനിക്ക് യൂട്യൂബും സോഷ്യൽ മീഡിയ ഒന്നും വേണ്ടാത്ത ഒരു ഫേസ് എനിക്ക് തോന്നി വേണ്ട. അപ്പോഴാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്തത്. പിന്നെ ഞാൻ നിർത്തിപ്പോയ കാലത്ത് ഞാൻ അവിടെ തന്നെ സ്റ്റേ ചെയ്തായിരുന്നെങ്കിൽ എനിക്ക് ഐഷുവിനെ പോലെ ഗ്രോ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് അത്രയ്ക്കൊന്നും ഞാൻ ചിന്തിച്ച് കൂട്ടാറില്ല. എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അത്രയേ ഉള്ളൂ. അപ്പോൾ ഐഷു ഗ്രോ ചെയ്തതിലേക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ എനിക്കും ഗ്രോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്കും വളരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ലെവലിൽ ഐഷു ഓൾറെഡി ഗ്രോ ചെയ്ത് നിൽക്കുക. സോ ഷീ ഈസ് മൈ ഇൻസ്പിറേഷൻ, ഷീ ഈസ് മൈ മോട്ടിവേഷൻ. പോരാതെ എനിക്ക് പല ഐഡിയാസ് തരുന്ന ബുദ്ധിജീവിയാണ് ഇയാൾ. സോ ആബ്സല്യൂട്ട്ലി നോ റിഗ്രറ്റ് ആൻഡ് പ്യുവർ ഹാപ്പിനെസ് ഫോർ ഐഷൂസ് ഗ്രോത്ത്. നമ്മുടെ എല്ലാവരും നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതും അതിലവർ ഹാപ്പി ആയിട്ടിരിക്കുന്നതും കാണുമ്പോൾ നമുക്കത് കൂടുതൽ സന്തോഷമാണ് തോന്നുക. പിന്നെ ഇപ്പം ഞാനാണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങൾ ദീപ ചേച്ചി നന്നായിട്ട് ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നും. ഞാനും ദീപ ചേച്ചി ചെയ്ത ചില കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി നോക്കുമ്പോൾ ദീപ ചേച്ചി അതിൽ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ ഇതിൽ അങ്ങനെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള കാര്യം നമ്മൾ ചെയ്യുന്നു, റിസൾട്ട് എന്താണോ അത് വരുന്നു. അതന്നെ. ഇപ്പം ഈ അടിപൊളി ക്വസ്റ്റ്യൻ ചോദിച്ചത് റീനു ജോസ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സുമയ്യാണ്. വാട്ട് ഡു യു ഹേറ്റ് അബൌട്ട് ഈച്ച് അതർ, ഫസ്റ്റ് ഇംപ്രഷൻ ആൻഡ് അബൌട്ട് ഫസ്റ്റ് മീറ്റിംഗ്? ഹേറ്റ് അബൌട്ട് ഈച്ച് അതർ എന്ന് പറയാൻ അങ്ങനെ ഇപ്പൊ ദീപ ചേച്ചിനെ എനിക്ക് ഹേറ്റ് ചെയ്യാനൊന്നും. ഇന്നലെ രാത്രി ഞങ്ങളൊന്ന് ഹേറ്റ് ചെയ്തായിരുന്നു. എന്നെ പിടിച്ചെടുത്ത് അടിക്കണ്ടായിരുന്നു ഓടിച്ചിട്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ പൊരിഞ്ഞ അടിയായിരുന്നു. അടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ ഇടയ്ക്ക് ഫിസിക്കലി നമ്മൾ അടിയായിരുന്നു. 1.5-3 മണിക്കൂർ നമ്മൾ ഓടി മുടി പിടിച്ച് വലിച്ച്. അപ്പൊ നല്ലൊരു ഹേറ്റ് ഉണ്ടായിരുന്നു, കൊന്നു കളയാനുള്ള ഹേറ്റ് ഉണ്ടായിരുന്നു. അത് ഇടയ്ക്ക് നമ്മൾ ചെയ്യാറുള്ള കാര്യം. നമ്മുടെ അടി കണ്ടിട്ട് വിഷ്ണുവും ദിപിൻ ചേട്ടനും സഞ്ജേട്ടനും പറയായിരുന്നു നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു വെക്കേഷന് പോകും, തിരിച്ചൊറ്റ ടിക്കറ്റ് ബുക്ക് ചെയ്യും. ശരി, അതിന് പേരിടുന്നില്ല അത്ര, ജീവുള്ള ആള് തിരിച്ചു വരും. അപ്പോ ഹെയ്റ്റ് അബൌട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ അങ്ങനെ ഹെയ്റ്റ് ഒന്നുമില്ല. പക്ഷെ ദീപേച്ചിന്റെ ഒരു ടാലന്റ് ഞാൻ വളരെയധികം അഡ്മയർ ചെയ്യുന്നുണ്ട്. ഒരു പ്ലാൻ അങ്ങനെ കൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം അതെങ്ങനെ കോംപ്ലിക്കേറ്റ് ചെയ്യാന്നുള്ളത് വർക്ക്ഔട്ട് ചെയ്തിട്ട് ഒരു റിസൾട്ട് കൊണ്ടുവരും.
അപ്പോൾ എന്താ പറയുക, നമ്മളെല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ പറയും ദീപ ചേച്ചിയുടെ അടുത്ത് പറയാം, ദീപ ചേച്ചിയുടെ അടുത്ത് പറയണ്ട, പുതിയ പ്ലാൻ, അതിന്റെ ഇടയിൽ കൂടെ നമുക്കൊന്ന് ആംസ്റ്റർഡാം ശരവണ ഭവനിൽ കയറിയാലോ, അത് കഴിഞ്ഞ് നമുക്കൊന്ന് ടൗൺ സെന്ററിൽ പോയി അങ്ങോട്ട് എത്തിയാലോ. ഞാൻ കുറെ കൂടി ക്രിയേറ്റീവ് ആക്കുന്നതാണ്, ഇവർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു മാക്സിമം കോംപ്ലിക്കേഷൻ കൊണ്ടുവരാനുള്ള ഒരു പ്രത്യേക കഴിവ് ദീപ ചേച്ചിക്കുണ്ട്. അത് ഹെയ്റ്റ് ഒന്നും അല്ല, നമ്മളാരും മൈൻഡ് ആക്കാറില്ല, ഇഗ്നോർ ചെയ്ത് ഇവിടെ ചെയ്യാറ്. അപ്പോ പിന്നെ ഫസ്റ്റ് ഇംപ്രഷൻ ആൻഡ് അബൌട്ട് ഫസ്റ്റ് മീറ്റിംഗ്. ഞാനിവിടെ വന്ന ഉടനെ ഇപ്പോൾ ഞാൻ മുന്നേ വ്ളോഗിലും പറയാറുണ്ട്, എനിക്ക് എപ്പോഴും ഞാൻ വരുന്ന സ്ഥലത്ത് എനിക്ക് അറിയുന്ന കുറച്ച് ആൾക്കാർ വേണം. ഒരു മിനിറ്റ്, എൻ്റെ ഒരു വള്ളി ഉണ്ടായിരുന്നു. വരുന്ന കുറച്ച് ആൾക്കാർ നമുക്ക് കുറച്ച് ആൾക്കാരെ അറിയണം. ഐ മീൻ നമുക്ക് കുറച്ച് ആൾക്കാർ അറിയണം എന്നല്ല, നമുക്ക് മ്യൂച്വലി കുറച്ച് ആൾക്കാർ ഉണ്ടായിരിക്കണം, ഇവിടെ ഫ്രണ്ട്സ് വേണം, അങ്ങനെയൊക്കെ ഒരു താല്പര്യമുള്ള ആൾക്കാരാണ് ഞാനും വിഷ്ണു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ദീപ ചേച്ചിക്ക് അമ്മ ചേച്ചിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദീപ ചേച്ചി അന്ന് എന്താ പറയുക, ദീപ ചേച്ചിക്ക് അതിന് മുന്നേ ഓൺലൈൻ വഴി നമ്മൾ ഒരാളെ മീറ്റ് ചെയ്തപ്പോൾ അത്ര ഒരു ഗുഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നില്ല. അതെ, ഞാൻ ഭയങ്കര ഒരാളെ മീറ്റ് ചെയ്യാൻ ചാടി കയറി പോണ ഒരു ടൈപ്പ് ക്യാരക്ടറാണ്. ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ട് തന്നെയാണ്. പക്ഷെ ഒരു ബാഡ് അനുഭവം ഉണ്ടായി. ഞാൻ ഒരാളെ മീറ്റ് ചെയ്യാൻ പോയിട്ട് ജാട ഷോ, വെറും ഷോ, ഭയങ്കര പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പൊ അങ്ങനെ ഇഷ്ടമായില്ല എനിക്ക്. അപ്പൊ ഞാൻ ആ സമയത്താണ് ഐഷു മെസ്സേജ് അയക്കണം. അപ്പൊ എന്താ മറ്റേ മലയാളത്തില് പഴഞ്ചൊല്ലില്ലേ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും. Exactly. അതിന്റെ ഒരു ഇമ്പാക്ടില് വല്ലപ്പോഴും അങ്ങനെയല്ല അവൾക്ക്. ഞാൻ പറഞ്ഞത് ഐഷു എങ്ങാനും ആംസ്റ്റർഡാം സൗദ് വഴി വരികയാണെങ്കിൽ വീട്ടിലേക്ക് വരും. നമ്മൾ ഫസ്റ്റ് ചാറ്റ് ചെയ്തത് എങ്ങനെയാണെന്നുള്ള സ്ക്രീൻഷോട്ട് ദീപ ചേച്ചി ഇവിടെ ഇടും. പിന്നെ ഞാൻ അമ്മു ചേച്ചിക്ക് മെസ്സേജ് അയച്ചു. പിന്നെയാണ് അറിഞ്ഞത് അമ്മു ചേച്ചിയുടെ ഫ്രണ്ടാണ് ദീപ ചേച്ചി എന്നുള്ളത്. അതെനിക്കറിയില്ലായിരുന്നു. അമ്മുവിന്റെ റെക്കമെൻഡേഷനും പിന്നെ സനിയുടെ റെക്കമെൻഡേഷനും പിന്നെ ദിബിന്റെ റെക്കമെൻഡേഷനും കൂടി കിട്ടിയപ്പോ ശരി എന്നാ ശരി, ഈ കുട്ടീനെ കാണാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ഫസ്റ്റ് ദീപച്ചനെ കാണുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ഒരു വീട്ടില് ഇരിക്കുകയായിരുന്നു. നോബിച്ചൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്. അപ്പൊ നമ്മളോട് ഇരിക്കുകയായിരുന്നു. അപ്പം എനിക്കും വിഷ്ണുവിനും കംപ്ലീറ്റ്ലി ലെഫ്റ്റ് ഔട്ട് ഫീൽ ആണ്. കാരണം ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ജോക്സ് അടിക്കുന്നു, അതാക്കും, നമുക്കൊന്നും അറിയില്ലല്ലോ, ആരും അറിയൂല. അപ്പൊ ഞാനും വിഷ്ണു കവച്ചിന്റെ ഒരു മൂലക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. വിഷ്ണു അത്യാവശ്യം മിംഗ്ലിംഗ് ആയിരുന്നു, നീയാണ് കുറച്ച് ബാക്കിലേക്ക് ആയിരിക്കുന്നില്ല ആള്. അപ്പോ വിഷ്ണുവിനും ആ ഒരു പരിചയപ്പെട്ട് വരുന്ന സ്റ്റേജ് ആയിരുന്നു, ഇപ്പൊ ഉള്ളത് പോലെ അല്ലല്ലോ. അപ്പോ ദീപ ചേച്ചിയും ദിബിൻ ചേട്ടനും വരുന്നുണ്ടായിരുന്നു വീട്ടിലോട്ട്. അപ്പൊ അവര് ഡോർ തുറന്ന് ഒരു കൊട്ടയായിട്ട് വരുന്നത്, ഒരു കാർ സീറ്റായിട്ട് വരുന്നു കേട്ടോ. അന്ന് ശിവന് 1 വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ അവൻ ഉറങ്ങിയായിരുന്നു. അപ്പൊ ആ കാർ സീറ്റ് ആയിട്ട് വരുന്നു. ഞാൻ അങ്ങനെ നാട്ടിലൊന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, അങ്ങനെ ഒരു കാർ സീറ്റിലെ കുട്ടീനെ ഇങ്ങനെ കൊട്ടയിൽ പിടിച്ച കുട്ടീനെ കണ്ടിട്ടില്ല. കൊട്ടയിൽ ഞാൻ പട്ടിക്കുട്ടീനെയും ഫ്യൂച്ചർക്കുട്ടീനെയൊക്കെ വെക്കുന്നേ കണ്ടിട്ടുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കൊട്ടയിൽ അവനായിട്ട് വന്നതാണ് എനിക്ക് ആലോചിക്കുമ്പോഴുള്ള ഒരു ഫസ്റ്റ് ഓർമ്മ. ദീപ ചേച്ചിയുടെ ഡ്രസ്സ് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പാട്ടിയാല ആൻഡ് വൈറ്റ് ടോപ്പ്. അന്ന് എന്തോ ഒരു ടിക്ടോക്കും ചെയ്തിട്ടുണ്ടായിരുന്നു സെൻചേട്ടന്റെ ഒപ്പം. അതും ദീപ ചേച്ചി ഇവിടെ കൊടുക്കുന്നതാണ്. ഇനി എന്നെ പറ്റി പറഞ്ഞോളൂ. പിന്നെ എന്താ അങ്ങനെ ഒന്നുമില്ല, കണ്ടോ. നിങ്ങളുടെ സത്യം കൂടെ പറയട്ടെ, എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് ഐഷുവിന്റെ മൂഡാണ് ഐഷുവിനെ ലീഡ് ചെയ്യുന്നത്. ഞാനൊരു മൂഡ് പേഴ്സൺ ആണ് ഐഷു. അപ്പൊ എന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു മൂഡിൽ സ്റ്റക്ക് ആണെങ്കിലും എനിക്ക് അതിന് പുറത്ത് വരാൻ കുറച്ചും കൂടി എളുപ്പമാണ്. അറ്റ്ലീസ്റ്റ് ഞാൻ ശ്രമിക്കും. എന്നെ പോലത്തെ വേറൊരാളും കൂടെ ഉണ്ട് നമ്മുടെ ഒപ്പം. പക്ഷെ എന്നെ എല്ലാം ചുറ്റുള്ളത് എല്ലാം അങ്ങനെയാണ്. അപ്പൊ ഈ ഐശ്വര്യ കുറച്ചും കൂടി ലീഡ് ചെയ്യുന്ന ആളുടെ മൂഡായിട്ട് ഇനി ഞാൻ അതിന്റെ ഉള്ളിൽ എന്ത് പറഞ്ഞു കൊടുത്താലും അത് അതിന് എന്താ പറയാ, പുറത്തു വരാനുള്ള ശ്രമം വേണമല്ലോ. ശ്രമം ഇല്ലാതെ അവിടെ ഇരിക്കുമ്പോൾ നമ്മൾ പിന്നെ എന്തിട്ട് കൊടുത്തിരുന്നത്. അപ്പൊ ചില സമയത്ത് ഹേറ്റ് എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട് എന്റെ മോട്ടിവേഷൻ എന്നായി ഞാൻ അവളോട് പറയേണ്ട ഡയലോഗ് അവൾക്ക് ചിലപ്പോൾ ടോർച്ചർ ആയിരിക്കും. അയച്ചു എന്താ പറയാറ്, അപ്പൊ ഹേറ്റ് എന്ന് പറയുന്നത് ഓരോരുത്തരെ ചിലവർ മൂഡ് ഡ്രിവൺ ആയിരിക്കും, ചിലവരല്ല. അപ്പൊ മൂഡ് ഡ്രിവൺ ആണ് ഐഷു എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ച് എനിക്ക് അറിയാം അത്ര നല്ല കാര്യമല്ല എന്നുള്ളത്. പക്ഷെ ഇങ്ങനെ മൂഡ് ഡ്രിവൺ എല്ലാവരും അമ്മു അങ്ങനെ തന്നെയാണ്, എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഫസ്റ്റ് ഇംപ്രഷൻ പറയാനുണ്ടോ? ദിബിനാണ് ആദ്യം വിഷ്ണുവിനെയും ഐഷുവിനെയും അമ്മുവിന്റെ വീട്ടിൽ മീറ്റ് ചെയ്യണമെന്ന്. അന്ന് ഞാൻ പോയിട്ടില്ല, എന്തോ അറിയില്ല, ഞാൻ വീട്ടിലായിരുന്നു. എന്നിട്ട് ദിബി വീട്ടിൽ വന്ന് പറഞ്ഞു നല്ല കുട്ടികളാണ് രണ്ടുപേരാണ്. കുട്ടികള് നല്ല കുട്ടികൾ പറയണ നല്ല ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് ദിബിൻ ഓൾറെഡി ദിബിന് പെട്ടെന്ന് ആൾക്കാരെ കണ്ട മനസ്സിലാവും. അപ്പൊ ദിബിൻ എനിക്ക് തന്ന ഫസ്റ്റ് ഇംപ്രഷൻ ഐഷുവിനെയും വിഷ്ണുവിനെയും കുറിച്ച് കിടുവായിരുന്നു. അതുകൊണ്ട് എൻ്റെ മൈൻഡിൽ അവരോടുള്ള ഇമേജ് വാസ് ദേ വെരി നൈസ് പീപ്പിൾ. അപ്പോൾ മൈ ഫസ്റ്റ് ഇംപ്രഷൻ വാസ് ക്രിയേറ്റഡ് ഈവൻ ബിഫോർ ഐ മെറ്റ് ദം, ബോത്ത് ഓഫ് യു.
സോ എനിക്ക് പിന്നെ പേഴ്സണലി മീറ്റ് ചെയ്ത സഞ്ജയനോട് സംസാരിക്കാത്ത നന്നായി. സഞ്ജയൻ എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അല്ല സനി എനിക്ക് ഫീഡ്ബാക്ക് തന്നതിൽ വിഷ്ണു ആയിരുന്നു കുറച്ചും കൂടെയും അടിപൊളി. ഇവളെ കുറിച്ച് ചീത്തതൊന്നും അവൻ പറഞ്ഞിട്ടില്ല, പക്ഷെ അടിപൊളിയാണെന്നും പറഞ്ഞിട്ടില്ല. അത്ര പോരാ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് സാനിയാണ് കേട്ടോ. ഹായ് ദീപ ചേച്ചി, ഫസ്റ്റ് ഓഫ് ഓൾ ഐ റിയലി ലൈക്ക് ദ വേ ഓഫ് സ്പീക്കിംഗ് ഓഫ് യുവർ സ്പീക്കിംഗ് ആൻഡ് ഐ വോണ ആസ്ക് അബൌട്ട്, ഞാൻ കന്നഡ വെക്കാത്തതുകൊണ്ട് വായിച്ചു, ഈ ലുക്കിന് കന്നഡ ചേർന്നില്ല എന്ന് പറഞ്ഞു. കന്നഡ വെച്ച് നല്ല ഭംഗിന് കന്നഡ വെക്കണം. ഞാൻ മറ്റേ കലാരഞ്ജലിനെ പോലെയാണ്. I want to ask about what ways do you feel supported in the friendship with Aishu? Also, what are some of the similar characters in both of you? സപ്പോർട്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ലൈക്ക് ഞാൻ എൻ്റെ ലൈഫിൽ എപ്പോഴൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴും ഞാൻ വളരെ കുറച്ച് ആൾക്കാരിൽ ഡിസ്കസ് ചെയ്യാറുള്ള ഒരാളാണ് ദീപ ചേച്ചി. അപ്പോൾ വളരെയധികം കൺസേണിങ് ആയിട്ട് തന്നെ പലപ്പോഴും മണ്ടത്തരങ്ങളാണെന്നുണ്ടെങ്കിലും മറുപടികൾ തരാറുണ്ട്. അപ്പോൾ പിന്നെ ലൈക്ക് എപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് മൂഡ് ഡ്രിവൺ ആണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എനിക്ക് പെട്ടെന്ന് വീട്ടിലിരിക്കേണ്ടിയില്ല. അപ്പം എനിക്ക് ദീപിച്ചിട്ട് വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ വന്നോട്ടെ അങ്ങനെ ഞാൻ ചോദിക്കാറില്ല, പോകാറുണ്ട്. ഇപ്പം അതേപോലെ തന്നെ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിലും ദീപിച്ച് അങ്ങനെ. അപ്പം അങ്ങനെ ഒരു ഇത് സപ്പോർട്ട് ചെയ്യുന്നു അത് സപ്പോർട്ട് ചെയ്യുന്നു അങ്ങനെയൊന്നുമില്ല. നമ്മളെല്ലാം വീടും നാടും വീട്ടുകാരെയും ഒക്കെ വിട്ടിട്ട് വേറൊരു രാജ്യത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം അതിന്റെ ഭാഗമായിട്ട് വരുന്ന ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സിസ്റ്റർഹുഡ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ രീതിയിലും അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലി സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാ മീൻസിലും നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നാണ്. അതിപ്പോ ദീപചേച്ചി മാത്രമല്ല കേട്ടോ, നമ്മുടെ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യാറുണ്ട്. സോ വി ഫീൽ സപ്പോർട്ടഡ് ഇൻ ഓൾ വേസ്. ദാറ്റ് ഈസ് ദ കറക്റ്റ് ഓൾവേസ് അല്ല ഓൾ വേസ്. ഓൾസോ വാട്ട് ആർ സം ഓഫ് ദ സിമിലർ ക്യാരക്ടേഴ്സ് ഇൻ ബോത്ത് ഓഫ് യു? നമ്മുടെ രണ്ടുപേരുടെയും ക്യാരക്ടർ എനിക്ക് തോന്നുന്നു ഒരുപാട് സിമിലാരിറ്റീസും ഉണ്ട്, ഒരുപാട് ഡിസിമിലാരിറ്റീസും ഉണ്ട്. ഡിസിമിലാരിറ്റി എന്ന് പറയുന്നത് ദീപചേച്ചി ഭയങ്കര ലൗഡ് ആയിട്ടുള്ള ആളാണ് എപ്പോഴും. ഭയങ്കര എപ്പോഴും എനിക്ക് തോന്നുന്നു ഇഷ്ടംപോലെ ഷുഗർ അടിച്ച് കയറ്റുണ്ട്, എപ്പോഴും ഒരു ഷുഗർ റഷിലാണ്. ഞാൻ ദീപിച്ച് ലോ ആയിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല. ഇപ്പൊ രാത്രി 10 മണിക്ക് ഹൈ ആയിരിക്കും, രാവിലെ 3 മണിക്ക് ഹൈ ആയിരിക്കും, ഉച്ചയ്ക്ക് 2 മണിക്ക് ഹൈ ആയിരിക്കും, ഉറക്കം ആവശ്യമില്ല അധികം. അപ്പോ അതൊരു ഭയങ്കര ഡിസിമിലാരിറ്റിയാണ്. ഞാൻ കുറച്ചും കൂടെ ദീപിച്ച് അത്ര ലൗഡല്ല, ഞാൻ കുറച്ചൊരു അല്ല. ഞാൻ ഐശ്വര്യോട് എപ്പോഴും ഞാൻ ഒരു പോയിന്റിൽ എന്റെ കൂടെ വൈബ് അടിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഇവള് ലൗഡാണ്. ഇവള് ലൗഡ് അല്ല ശരിക്കും. ഇവള് ലൗഡ് അല്ലാത്ത എന്റെ കൂടെ വൈബ് ചെയ്യണ ഒരു ക്യാരക്ടറാണ്. കാരണം വെച്ചാൽ ഇവള് കുറച്ച് കാമാണ്, കുറച്ചൊരു മൂഡ് ഡ്രിവൺ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ അവൾക്ക് മൂഡ് ഉണ്ടെങ്കിലും ലൗഡിന്റെ അങ്ങേറ്റാണ് അല്ലേ. മൂഡ് വേണം, പിന്നെ എനിക്ക് ആൾക്കാരായിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആവും വേണം. ലൈക്ക് അപ്പൊ അത് എങ്ങനെ കംഫർട്ടബിൾ ആവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫസ്റ്റ് മീറ്റ് ചെയ്യുന്ന ആളോട് ഇങ്ങനെ ക്ലിക്ക് ആയിരിക്കും കേട്ടോ. അതിങ്ങനെ ടൈം വെച്ചിട്ടുള്ളതൊന്നും അല്ല, ഡിപ്പെൻസ് എവറിത്തിങ്. അതാണ് നമ്മളൊരു വലിയ ഡിസിമിലാരിറ്റി എന്ന് പറയുന്നത്. ബാക്കി കുറെ കാര്യങ്ങൾ സിമിലാരിറ്റീസ് ആണ് എനിക്ക് കൂടുതൽ തോന്നിയിട്ടുള്ളത്. നമുക്ക് രണ്ടുപേർക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. നമ്മൾ രണ്ടുപേരും ചെയ്യുന്ന കാര്യങ്ങളിൽ ഡിറ്റർമിനേഷനും ഡെഡിക്കേഷനും ഉള്ള ആൾക്കാരാണ്. പിന്നെ നമ്മൾ അധികം ചിന്തിച്ചു കൂട്ടാറില്ല, ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ അങ്ങോട്ട് ചെയ്യാം. സ്ട്രൈക്കിംഗ് സിമിലാരിറ്റി. എനിക്ക് ചെറുപ്പം മുതലേ ഓരോ മനുഷ്യരെ കാണുമ്പോൾ ഒരു മൃഗത്തിന്റെ ചായ തോന്നും. അപ്പൊ ഞാൻ അത് പണ്ട് നാട്ടിലൊക്കെ അമ്മോടും അനുവിനോടും ഇല്ലെങ്കിൽ വീട്ടിലെ റിലേറ്റീവ്സിനോടും അച്ഛനോടൊക്കെ പറയുമ്പോൾ എനിക്ക് ചായ നോക്കാൻ അറിയില്ല, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ തോന്നാത്തതുകൊണ്ടായിരിക്കാം അവർക്ക് അത് തോന്നിയിട്ടില്ല. പക്ഷേ കുറെ കാലത്തിന് ശേഷം ഞാൻ നെതർലാൻഡ്സിൽ വന്ന് കുറച്ച് കാലം കഴിഞ്ഞ ഒരു കുട്ടി ഇവിടെ ലാൻഡ് ചെയ്യുന്നു. എൻ്റെ സെയിം മെന്റൽ ഡിസോർഡർ. ഇവള് വന്നിട്ട് പറയാം, ദീപ ചേച്ചി എങ്ങനെ നമ്മളത് ക്ലിക്ക് ആരെ കണ്ടിട്ട് മുതലയുടെ ചായ ഉണ്ടെന്ന് ഇവള് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊരു ഭയങ്കര കോമൺ ചായ, ഒരുവിധം കുറെ ആൾക്കാർക്ക് മുതലയുടെ ചായ ആണെന്ന്. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഇല്ലേ, ശരിക്കും ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, എന്നെ കാണാൻ ഒരു ഡക്കിന്റെ ചായയാണ്, ഇവളെ കാണാൻ ഒരു ആടിന്റെ ചായയാണ്. ഞാൻ കുറച്ചു മുന്നേ ഒരു മറ്റേ വലിയ ഗതിയില്ലാത്ത ഒരാടായിരുന്നു. ഇപ്പൊ ഞാൻ മുട്ടനാട് ലെവലിലോട്ട് അല്ല മുട്ടനാട് കുറച്ചൊരു മുട്ടനാട് ലെവലിലോട്ട് ഞാൻ വളർന്നിട്ടുണ്ട്. ഞാൻ എന്നും ഡക്കാണ്, പിന്നെ എന്റെ ഒരു സ്ട്രക്ചർ വെച്ചിട്ട് ഞാൻ ഡക്കാണ്. പക്ഷെ ഇതിൽ ഏറ്റവും കോമഡി ആയിട്ടുള്ള കാര്യം എന്താ അറിയോ, ഞങ്ങൾ രണ്ടുപേരും ഒരാളെ കണ്ടിട്ട് ഒരു അനിമൽ ആണെന്ന് പറയുകയാണെങ്കിൽ ഇത് സെയിം ആയിരിക്കും. അപ്പോൾ വിച്ച് മീൻസ് ഞങ്ങളുടെ ജനറ്റിക്കലി സം ജീൻസ് ആർ ആക്ടിവേറ്റഡ് വിച്ച് മേക്സ് us ഫീൽ. സോ ഇനി നിങ്ങൾക്കും അങ്ങനെ മനുഷ്യരെ കണ്ട മൃഗങ്ങളുടെ ചായ തോന്നുന്നു, പ്ലീസ് കമന്റ് ചെയ്യണം. വി ആർ റിയലി ലുക്കിംഗ് ഫോർ എ കമ്മ്യൂണിറ്റി. അപ്പൊ അതാണ് ഞങ്ങളുടെ ക്യാരക്ടർ സിമിലാരിറ്റി. പിന്നെ വേറൊരു സിമിലാരിറ്റി കൂടി പറയാം. ഇപ്പൊ ഒരാളുടെ പണ്ടിക്ക് ഓർമ്മ അമ്മേനെ മടിയിലിരുത്തുമ്പോൾ അമ്മ പറയും അതൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വെയിറ്റ് ഒക്കെ അങ്ങോട്ട് ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നെ കാണാൻ ഭയങ്കര ഡെലിക്കേറ്റ് ലുക്കൊക്കെ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരാളെ പിടിക്കാന്ന് വെക്കാൻ നല്ല വേണം, എനിക്കങ്ങനെ സ്ട്രോങ് ആണ്. എൻ്റെ മനസ്സിൽ ഞാൻ ഭയങ്കര സ്ട്രോങ്, ഞാൻ എന്ത് ചെയ്യുന്നതും കുറച്ച് ലൗഡ് ആൻഡ് ഹെവി അങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പൊടി അധികമായിട്ട് ഒരു നെതർലാൻഡ്സിൽ ലാൻഡ് ചെയ്യുന്നു. ഇവിടെ എന്നെ പിടിക്കുമ്പോൾ ജീവനൊക്കെ ഇരുന്നോ ഇതായിരിക്കില്ലേ അന്ന് ഞാൻ ചെയ്തത്. പിന്നെ മടിയിലിരിക്കുമ്പോൾ അങ്ങോട്ട് ഇരിക്കുന്നേ ഭാരം വന്നിട്ട് ഇതന്നെയാണ് ഞാൻ ചെയ്തത്. പണ്ടൊക്കെ എന്നെ മടിയിലിരുത്താൻ ഒന്നും മാറുണ്ടോ, കാരണം വെയിറ്റ് ആണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒരു
എനിക്ക് ഞാൻ ഐഷുവിനോട് പലപ്പോഴും പറയുന്നത്, ഞാൻ ചെയ്ത് കഴിഞ്ഞ കുറെ കാര്യങ്ങൾ ഐഷു ഇപ്പൊ ചെയ്യണ പോലെ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ ഇങ്ങനെ എന്റെ ഫ്രണ്ടിന്റെ മടിയിൽ പോയിട്ട് ചട്ടുമായിരുന്നു തോന്നണം കേട്ടോ. അപ്പൊ ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോ ചട്ടു പറയാ, ഹാവു അങ്ങോട്ട് ചോര ഓടിയ പോലെ നീലക്കളർ. എനിക്ക് കിട്ടുന്ന സ്ഥിരം കമ്പനി. പിന്നെ മാമൊക്കെ വീഡിയോ കാണുകയാണെങ്കിൽ പണ്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോ ഓട്ടോയിൽ പോകുമ്പോഴേ മാമിനെ അറിയാതൊക്കെ മടിയിലിരുത്തിയിട്ടുണ്ടാവും. ചെറിയ കുട്ടികൾ ഞാൻ, പക്ഷെ വൻ കനാണ്. അപ്പൊ ഇറങ്ങുമ്പോ മാമർക്ക് ഒരു ഈ ഭാരം മുഴുവൻ ഇടാതെ കുറച്ച് മെല്ലൊക്കെ ഒന്ന് ഇരിക്കാൻ പറ്റും. അതാണ് കുറെ സിമിലാരിറ്റീസ് ഉണ്ട്. അപ്പൊ എല്ലാം പിക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ കുറച്ച് ഓർമ്മ വന്നത് ഇവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. മോസ്റ്റ് ഹാർട്ട് ടച്ചിങ് മൊമെന്റ് ഓർ അൺഫോർഗറ്റബിൾ ഇൻ യുവർ ടൂസ് ബോണ്ട്. ടൂസ് ഇഷ്ടപ്പെട്ടു. കുറച്ച് വെറൈറ്റി ആയിരുന്നു ടൂസ് എഴുതിയിരിക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് ഗേൾസ് ഓലി. ഓക്കെ, ശരിക്കുള്ള പേര് അറിയില്ല, എന്തായാലും ഗേൾസ് ഓലി. അപ്പം മോസ്റ്റ് ഹാർട്ട് ടച്ചിങ് മൊമെന്റ് ഐഷുവിന് എന്തെങ്കിലും പറയാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പൊക്കി പറയൂ. എനിക്ക് ഹാർട്ട് ടച്ചിങ് മൊമെന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും ഓർക്കാറുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്ന ഉടനെ ഫസ്റ്റ് ഇയർ നമ്മളൊരു അപ്പാർട്ട്മെന്റിലാണ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കൊറോണ ടൈമും എല്ലാം കൂടെ ആയിട്ട് എനിക്ക് ഭയങ്കര ഒരു മെന്റൽ സ്ട്രഗിൾ വന്ന ടൈമായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കൊരു ഡിപ്രഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ലൈഫിലൊരു ടഫസ്റ്റ് ടൈം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായിരുന്നു. നമുക്ക് മെഡിക്കൽ ഹെൽപ്പും കിട്ടുന്നില്ല. ഞാനും വിഷ്ണു കല്യാണം കഴിഞ്ഞിട്ട് 1 കൊല്ലമായിട്ടേ ഉള്ളൂ. നമ്മൾ മ്യൂച്വലി മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ടൈം എനിക്ക് ഭയങ്കര ടഫായിരുന്നു. എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വിഷ്ണു ജോലി മാറിയ സമയം, അപ്പോൾ എല്ലാം കൂടെ ഭയങ്കര ടഫായിരുന്നു. അപ്പോൾ സഞ്ജേട്ടനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഇരിക്കുന്ന വീട് കുറച്ചൊരു ഗ്ലൂമി ആയിട്ടുള്ള വീടായിരുന്നു. അപ്പോൾ വിഷ്ണു ജോലി മാറി ഇവിടുത്തെ ഒരു പെർമനന്റ് ഒരു ഡച്ച് കമ്പനിയിൽ പെർമനന്റ് ആയിട്ട് ജോയിൻ ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു ബെറ്റർ അപ്പാർട്ട്മെന്റിലേക്ക് മാറാം, കുറച്ചും കൂടെ ലൈറ്റ് ഒക്കെ വരുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ നമ്മുടെ മൂഡ് എൻഹാൻസ് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ ഡിസിഷൻ എടുത്തു. ആ സമയത്ത് എന്നെ പോലെ തന്നെ കൊറോണയുടെ എല്ലാ കാര്യങ്ങളും ഭയങ്കര പേടിയുണ്ടായിരുന്ന ഒരാളായിരുന്നു ദീപ ചേച്ചി. എനിക്ക് ഭയങ്കര എക്സ്ട്രീം പോയിട്ട് എനിക്ക് വീട്ടിലെ ആൾക്കാർ വരുമ്പോൾ നമുക്ക് മെന്റലി കുറച്ച് ചാലഞ്ചിങ് ആയിരുന്നു അത്. ലൈക്ക് അവർ ഹൈ വാഷ് ചെയ്തിട്ടില്ലേ, നമ്മൾ പലരും ആ ഒരു സിറ്റുവേഷനിൽ കൂടെ പോയിട്ടുണ്ടായിരിക്കും. എനിക്ക് പിന്നെ കുറച്ച് OCD പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് എനിക്ക് അതും കൂടെ ഇതായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു എനിക്ക് തന്നെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. വിഷ്ണു പുറത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ വിഷ്ണുവിനെ ഫുൾ ഡിസിൻഫെക്റ്റന്റ് എടുത്തിട്ടാണ് ഞാൻ വീടിൻ്റെ അകത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നത്. ചുമ്മാ ഞാൻ വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 തവണ കൈ സോപ്പിട്ട് കഴിയുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ടഫായിരുന്നു ആൾക്കാർ വരിക, ഇന്ററാക്ട് ചെയ്യുക, എന്നാൽ എനിക്ക് ആൾക്കാരെ കാണും വേണം. ലൈക്ക് ആകെ മൊത്തം ഒരു ടഫ് സിറ്റുവേഷൻ. അത് നമ്മുടെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ടഫാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ കൂടെ ഗോ ത്രൂ ചെയ്യുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ എൻ്റെ അത്ര ഇല്ലാന്നുണ്ടെങ്കിലും ദീപ ചേച്ചിക്കും ഭയങ്കര കൊറോണ പേടികൾ ഉണ്ടായിരുന്നു. നമ്മൾ മീറ്റിംഗ് ഒക്കെ ഭയങ്കര കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് വീട് മാറേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ നമ്മളപ്പോൾ അമ്മു ചേച്ചിയുടെ അവിടെ പോയിട്ട് സ്റ്റേ ചെയ്യാന്നാണ് വിചാരിച്ചത്. ഒരു 2 or 3 വീക്സ് ഈ വീട് നമ്മൾ ഒഴിയും വേണം, മറ്റേ വീട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 ആഴ്ചയുടെ എന്തോ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മു ചേച്ചിയുടെ അവിടെ പോയി നിൽക്കാന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ദീപ ചേച്ചി അത്ര ഓക്കെ ആവില്ലേന്ന് തോന്നുന്നു. കാരണം നമ്മൾ കുറെ പുറത്ത് പോവുക അപ്പോക്ക്. അപ്പോൾ ലൈക്ക് നമുക്ക് അങ്ങനെ തോന്നി അമ്മു ചേച്ചിയുടെ അവിടെ നിൽക്കാന്ന്. അവിടെ എത്തിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് അമ്മു ചേച്ചി പ്രഗ്നന്റ് ആണ് എന്നുള്ളത്. അരിയാനെ പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ നമ്മള് എക്സ്ട്രാ നമ്മളവിടെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നി അതൊരു ടഫായി പോകുമോ. കാരണം അമ്മു ചേച്ചിക്ക് എപ്പോഴും ഒരു സ്വഭാവം ഉണ്ട്, നമ്മൾ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി പെട്ടെന്ന് കുക്ക് ചെയ്യും. ഈവൻ ദോ അമ്മു ചേച്ചി എനിക്കാണ് തോന്നുന്നില്ലെങ്കിലും നമുക്ക് തോന്നില്ല അവർക്കൊരു ബുദ്ധിമുട്ടാണോ എന്നുള്ളത്. കാരണം ഇപ്പോഴാണെങ്കിൽ എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ അവിടെ പോയി നിൽക്കും, ഞാൻ എല്ലാവർക്കും വേണ്ട ഫുഡ് ഞാൻ ഉണ്ടാക്കും. അന്ന് പുതിയതാണ്, നമ്മളൊരു 1 വർഷം ആവുന്നേ ഉള്ളൂ, 1 വർഷം ആയിട്ടില്ല. അപ്പോൾ റിലേഷൻഷിപ്സ് ഒക്കെ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയി വരുമല്ലോ ആൾക്കാരുടെ അടുത്ത്. അപ്പോൾ അന്ന് ദീപ ചേച്ചി ഇങ്ങോട്ട് വിളിച്ചിട്ടാണ് പറഞ്ഞത് അവിടെ വന്ന് നിൽക്കാൻ. അപ്പോൾ അത് ദീപ ചേച്ചിയുടെ അത്രയും ഒരു ഔട്ട് ഓഫ് കംഫർട്ട് സോൺ വന്നിട്ട് നമുക്ക് വേണ്ടി ചെയ്തൊരു കാര്യമാണ് എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു ചെറിയ കാര്യമായിട്ട് തോന്നും, പക്ഷേ വി ഓൾ ഗോ ത്രൂ സം മെന്റൽ സിറ്റുവേഷൻസ് റൈറ്റ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വളരെയധികം സപ്പോർട്ടീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അത്. അപ്പോൾ അതാണ് എനിക്ക് ഭയങ്കര ഒരു ടച്ചിങ് ആയിട്ടുള്ളത്. അതല്ലാതെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ കുറേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളൊരു കാര്യം ഇതാണ്. അടിപൊളി. എനിക്ക് ഇത്ര ഇൻറ്റൻസ് ആയൊരു കഥ ഇല്ലെങ്കിൽ ഒരു കുഞ്ഞു കഥയാണ് എൻ്റെ ഉള്ളത്. അപ്പോൾ എൻ്റെ ഐഷു ഇവിടെ വന്ന കൊല്ലത്തെ എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ. ഓക്കെ, അന്ന് ഇപ്പം എനിക്ക് പേഴ്സണലി സർപ്രൈസസ്, എനിക്ക് ഗിഫ്റ്റ് എന്താണെന്ന് മാറ്റർ ചെയ്യുന്നില്ല, പക്ഷെ എന്നെക്കുറിച്ച് ഒരാളത് ചിന്തിക്കുക എനിക്ക് ഭയങ്കര മാറ്റർ ചെയ്യും. ഇപ്പം ഈവൻ ഞാൻ ദിവിനോട് ഒരു സഹായം ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോട്
ഐ മൈറ്റ് നോട്ട് ആസ്ക്. ഐ വാണ്ട് പീപ്പിൾ ടു തിങ്ക് ഇറ്റ് ഫോർ മീ ആൻഡ് ഡു ഇറ്റ് ഫോർ മീ. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഞാൻ. എക്സ്പെക്ടേഷൻസ് ശരിയാണ്. അതിപ്പോൾ കുറേ അങ്ങോട്ട് മാറിക്കുന്നു കേട്ടോ. ഇപ്പം അതില്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു സമയത്ത് ബിക്കോസ് എനിക്കറിയാം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ എന്ന സമയത്ത് നീ ഒരിക്കലൊരു ഫോട്ടോ കൊളാജ് ഉണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആയൊരു ഗിഫ്റ്റാണത്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്നിട്ട് നീ എൻ്റെ കൂടെ കുറച്ച് കമ്മലുകൾ തന്നിരുന്നു. ഇവിടെ വന്ന ഉടനെ ലൈക്ക് എനിക്ക് ഞാൻ ഏൺ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്ക് കിട്ടുന്ന ചെറിയ പോക്കറ്റ് മണി വെച്ചിട്ട് ദീപജിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ്. യെസ്. പകരം അവൾ എനിക്ക് ഇനി ഒരു ഗാർഡൻ ഒരു പൂ പറിച്ചെന്നാലും what matters to me is like she thought of me. She thought it's worth investing her time, her ആ ചിന്തയില്ലേ എനിക്ക് വേണ്ടിയിട്ട് അവൾ സ്പെൻഡ് ചെയ്ത ആ ടൈമും ആ മൊമെന്റും ആ കൊലാജും അതൊക്കെ എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആണ്. ദാറ്റ് ഇസ് മൈ വെരി അൺഫോർഗറ്റബിൾ മൊമെന്റ്. ഇപ്പം ഞാൻ പറയുമ്പോൾ എനിക്ക് വെറുതെ ആ മൊമെന്റ്സിക്ക് ഇവിടെ ഇമോഷൻസ് ഒക്കെ ഉണ്ട്. ദാറ്റ് ഇസ് മീ. ഐ എം വെരി ഇമോഷൻ ഡ്രിവൺ പേഴ്സൺ. അടുത്തത് ചോദിച്ചിട്ടുള്ള അജു ആണ്. അപ്പോൾ ഹായ് അജു. Hey guys, I'm a huge fan. Really love your content and the way you interact and present. It's truly good. Can you just tell me any of the common factor that exists in both of your character? സെയിം ക്വസ്റ്റൻ ആണ്. നമ്മൾ ഇതിൻ്റെ എല്ലാ മേഖലകളും കവർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അജു, താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. നമ്മൾ ഓൾറെഡി ആൻസർ ചെയ്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതിന് സെപ്പറേറ്റ് ആൻസർ ചെയ്യാത്ത. ഓൾറെഡി അജുവിൻ്റെ ക്വസ്റ്റൻ ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ കസിൻസ് ആണോ? ഞങ്ങൾ കണ്ടിട്ട് കുറേ പേര് വീഡിയോയിലൊക്കെ കമൻറ്റ് ഇങ്ങനെ ഒരേപോലെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഐശ്വര്യം കുറേ പേര് പറഞ്ഞിട്ടില്ലേ സിമിലർ പോലെ ഉണ്ടെന്ന്. ഞങ്ങൾ കസിൻസ് അല്ല, പക്ഷേ വിഷ്ണുവും ദിബനും റിലേറ്റീവ്സ് ആണ്. ഒരു ബന്ധമുണ്ട്. അപ്പോൾ അത് എക്സാക്ട്ലി എനിക്ക് പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ വിഷ്ണു ദിബനും റിലേറ്റീവ്സ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ കസിൻസ് ആവാം. അപ്പോൾ ഞങ്ങൾ ഇനി ഇന്ന് മുതൽ കസിൻസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. I can see both of you are following your passion currently in your life other than being on social media. What were or are the challenges you faced? What did you do to overcome them? ഓക്കെ. ശരിക്കും നമ്മളൊരു പാഷൻ ചേസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നമുക്ക് ചാലഞ്ചസ് പൊതുവെ കാണില്ല കണ്ണിൻ്റെ മുന്നിൽ. എല്ലാം ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടേ കാണുള്ളൂ അല്ലേ? അതെ. ഇപ്പോൾ ലൈക്ക് ഞാനിപ്പോൾ അതർ ദാൻ സോഷ്യൽ മീഡിയ ഇപ്പോൾ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഷോർട്ട് ഫിലിം ചെയ്യുന്നുണ്ട്, മേക്കപ്പ് കോഴ്സ് പഠിക്കുന്നുണ്ട്. പിന്നെ അത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിലൊരു ചാലഞ്ച് നമ്മൾ കാണില്ല. ഈ പറഞ്ഞ പോലെ ഓപ്പർച്യൂണിറ്റീസ് കാണുന്നു. എന്നെക്കാളും ബിസി ആയിട്ടുള്ള ആളാണ് ദീപചേച്ചി. സ്വിമ്മിങ് പഠിക്കുന്നുണ്ട്, യോഗ ക്ലാസ് എടുക്കുന്നുണ്ട്, പിന്നെന്താണ് ഇടയിൽ സിനിമാറ്റിക് ഡാൻസിന് കൊണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട്. ഭംഗരയ്ക്ക് അടുത്ത് ചേരാൻ പോകുന്നു. സംഭവം ഞാൻ പറയണത് നമ്മൾക്ക് പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിയായി കഴിഞ്ഞാൽ ഷോപ്പിൽ ഒരു മുട്ടൽ വരും. അപ്പൊ അതിന് പെട്ടെന്ന് സെന്റർ പോയിട്ട് തിരിച്ചു വരും. ഞാൻ ഈ ഷോപ്പിൽ ദീപചേച്ചിയുടെ വീട്ടിൽ പോയിരുന്നാലേക്ക് കഴിഞ്ഞ ആഴ്ച എനിക്ക് തോന്നുന്നു ഏകദേശം 30 ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരിക്കും. ഗിൽട്ട് എന്നെ പോലെ ആവരുത് കേട്ടോ. ലിറ്ററലി നീഡ് എ സപ്പോർട്ട് സിസ്റ്റം. അത് ഫോർ ഷുവറാണ്. ഇപ്പോൾ എൻ്റെ സപ്പോർട്ട് സിസ്റ്റം ഇവിടെ ഉള്ളത് ദിബിനും ശിവും പിന്നെ എൻ്റെ ഫ്രണ്ട്സുമാണ്. പുറത്ത് താമസിക്കുന്ന ഒരാളാണ്, ഫാമിലി ഒന്നും കൂടെ ഇല്ലാത്തപ്പോഴാണ് നമുക്ക് മനസ്സിലാവും. നമ്മൾക്ക് തോന്നുകയാണ് നമ്മുടെ പാഷന് നമ്മുടെ കൂട്ടുകാരെ ആവശ്യമില്ലാന്ന്, പക്ഷെ ആവശ്യമുണ്ട്. ഇപ്പോൾ പല സമയത്ത് ഇപ്പോൾ ഞാനും ദിബിനും ബിസി ആണെങ്കിൽ ശിവനെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യാനും നോക്കാനും എൻ്റെ അത്രയും ട്രസ്റ്റ് വർത്തി ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ടല്ലേ ഇപ്പം എനിക്കും അത്രയും ചില്ലായിട്ട് എൻ്റെ പാഷൻ ഫോളോ ചെയ്യാൻ പറ്റണം. ഒരു ഗുഡ് ഫാമിലി ഫ്രണ്ട്സ്, ദാറ്റ് ഈസ് ദ ബെസ്റ്റ് പാർട്ട്. ഇപ്പം നീ ആണെങ്കിലും മേക്കപ്പ് ആർട്ടിസ്റ്റ് കോഴ്സിനാകുമ്പോഴും മതി തീരുമാനമാക്കി തരും. ഞാൻ ഇവിടെ നിന്ന് തുന്നൽ പഠിക്കാൻ പോയി എൻ്റെ മക്കളെ. അതൊരു വലിയ കഥയാണ്. ഞാൻ 2 കഷ്ണം കൂട്ടി തുന്നാൻ വേണ്ടി പോയതായിരുന്നു. ഞാൻ അറിയാതൊന്ന് ദീപചേച്ചിനെ വിളിച്ച് പറഞ്ഞു ഞാൻ തുന്നാൻ വേണ്ടി പോവുകയാണ്, ഇങ്ങനെ തുന്നൽ പഠിക്കാൻ വേണ്ടി പോവുകയാണ്. ഇങ്ങനെ ബാഗ് എന്നെ കൊണ്ട് തുന്നിപ്പിച്ചു. എനിക്ക് തന്ന മോട്ടിവേഷൻ, മേ ബി ഹൂ നോസ് യു വിൽ ഓൺ എ കമ്പനി ലൈക്ക് ടോമി ഹിൽഫിക്കർ ടുമോറോ. അതുകൂടാതെ നിർത്തി. മേക്കപ്പ് പോസ്റ്റ് ഞാൻ പോയി ജോയിൻ ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു ഇനി അപർണയുടെയൊക്കെ കല്യാണം വരുമ്പോ, അപർണ എന്റെ കസിനാണ് കേട്ടോ, അപർണയുടെയൊക്കെ കല്യാണം വരുമ്പോ വേറെ എന്തിനു മേക്കപ്പ് ആർട്ടിസ്റ്റ് വിളിക്കണം, നീ ഇല്ലേ ഇവിടെ. ഞാൻ കോഴ്സ് പഠിച്ചു വന്നപ്പോ ഉണ്ടല്ലോ ഇതിന് ബ്രൈഡൽ മേക്കപ്പ് ഒന്നും പഠിപ്പിക്കാനില്ല. ഇവിടെ ഫാഷൻ ഷോസും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പൊ അങ്ങനത്തെ കുറച്ച് ബോൾഡ് ഹെവി അങ്ങനത്തെ മേക്കപ്പ് ആണ്. അപർണയുടെ കല്യാണത്തിന് ഞാൻ അങ്ങനെ ഒരുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മറ്റേ പക്ഷെ അപർണയ്ക്ക് ഒരു കാര്യം പറയട്ടെ, ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട് ഇവിടെ. ഇങ്ങനെ ചന്ദനം ചാലിയ, ചന്ദനം മണക്കും, ചാലിയല്ല ചാരിയ. അപ്പൊ ഞാൻ കുറച്ച് നിന്റെ ഐ മേക്കപ്പ് പൊളിയാണ്, ഞാൻ ചെയ്തുതരാം. നിങ്ങൾ റിയൽ സിസ്റ്റേഴ്സ് ആണോ അല്ല നിങ്ങൾ ഫേക്ക് സിസ്റ്റേഴ്സ്? അപ്പോൾ 6 കൊല്ലമായി ദീപചേച്ചിനെ പരിചയപ്പെട്ടിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് ഇവിടെ ഒരു ഫ്രണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റിയ ഗീതുവിനെയാണ്.
ബാക്കി ചേച്ചിമാര്. ആ, നമുക്ക് ഈ ചേച്ചിമാരിൽ തന്നെ ഡിവിഷൻസ് ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ അച്ചേച്ചി എനിക്ക് കുറച്ചും കൂടെ ഇങ്ങനെ, ഞാൻ അച്ചേച്ചീനെ ഉപദേശിക്കുന്ന ഒരു ഇതാണ്. അച്ചേച്ചീനെ ഇങ്ങനെ ഉപദേശിച്ച് ചേച്ചിയുടെ ചേച്ചിയാണ് ഐഷു. അച്ചേച്ചിനെ ഇങ്ങനെ കൊണ്ടടക്കുന്നതാണ് അച്ചേച്ചിനായിട്ടുള്ള റിലേഷൻഷിപ്പ്. അമ്മ ചേച്ചി എനിക്ക് പേടിയാണ്. അമ്മ ചേച്ചി ഇവിടെ വരാൻ പറഞ്ഞ ഇവിടെ വരും ഞാൻ. അനുസരണയുള്ള ഒരു അനിയത്തി. അത് ചെയ്യാൻ പറഞ്ഞ അത് ഞാൻ ചെയ്യും. എന്നാ ഒരു അനുസരണി ഇല്ല, തോന്നിയാസം വിളിച്ച് പറയാന് അവിടെ എപ്പോഴും ഉണ്ടാവും എന്നുള്ള ഒരു വൈബുള്ള ചേച്ചി ഞാൻ. അപ്പൊ അങ്ങനെ എനിക്ക് ലൈക്ക് ഇപ്പൊ ഒരിക്കലും ഫ്രണ്ട് അങ്ങനെയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് ആക്ച്വലി അതേ റിലേഷൻഷിപ്പാണ് നീതു ചേച്ചിയോട്. എന്തു ഞാൻ പറയും, ശരിയാണ്. അപ്പൊ നമുക്ക് പിന്നെ വേറെ ഒന്നുണ്ട് കേട്ടോ, നമ്മൾ ഇവിടെയാണ് ജീവിതത്തിൽ മുഴുവൻ നമ്മൾ ഡെയിലി മീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമ്മൾ ഫാമിലിയോടൊപ്പം നിൽക്കുമ്പോൾ ഡെയിലി നമ്മൾ ഫാമിലിനെ മീറ്റ് ചെയ്യുന്ന പോലെയാണ് നമ്മൾ ഡെയിലി കാണുന്നത്. അപ്പൊ ബ്ലഡ് റിലേഷൻ വൈസ് നോ, ബട്ട് ഹാർട്ട് റിലേഷൻ വൈസ് യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, നിങ്ങൾ നാട്ടിൽ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ടോ? ഐ മീൻ ഒരുമിച്ച് നാട്ടിൽ പോകാറുണ്ടോ? നാട്ടിൽ എവിടെയാണ് സ്ഥലം? ഐ ഷു ലവ് യു. ഞങ്ങൾ നാട്ടിൽ വെച്ച് മീറ്റ് ചെയ്യുന്നത് ഇങ്ങനെ മിസ്സായ ആൾക്കാരാണ്. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ മീറ്റ് ചെയ്യും. ഞങ്ങൾ ജൂലൈയിൽ ഞാൻ നാട്ടിൽ പോകുന്നുണ്ട്. ഐഷു ഓഗസ്റ്റിൽ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വരെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല കേട്ടോ, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോവാണ് ഞാൻ. അപ്പൊ നമ്മൾ മീറ്റ് ചെയ്യുന്നുണ്ട്. എന്റെ നാട് പട്ടാമ്പി, ഐഷുവിന്റെ നാട് വളാഞ്ചേരി. ഹാഫ് ആൻ അവർ ഡ്രൈവ്. അതെ, ഞങ്ങൾ ഇനിയിപ്പോ ഇവിടെ നിന്ന് മീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഞങ്ങൾ നാട്ടിൽ നിന്ന് മീറ്റ് ചെയ്യേണ്ട ആൾക്കാരായിരുന്നു. അതെന്താ പറയുക, എന്റെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ അയൽവാസിയായിരുന്നു ദീപ ചേച്ചി. അപ്പോ ഇവിടുന്ന് മീറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു ഹൈ ബൈ എങ്കിലും എപ്പോഴും ഞങ്ങൾ എന്തായാലും മീറ്റ് ചെയ്യേണ്ടവരായിരുന്നു. സിറ്റുവേഷൻ ഉണ്ടായാണ്. അപ്പൊ ഇവിടുന്ന് എങ്ങനെയായി മീറ്റിംഗ്? അതാണ് അത്രയുള്ളൂ. ഷെയർ 1 or 2 crazy things you guys have done together. ക്രേസി തിങ്സ് ചെയ്യാൻ പോണല്ലോ. ഇപ്പൊ ഐഷുവിന്റെ 30th ബർത്ത്ഡേക്ക് ഞങ്ങൾക്കൊരു ബഞ്ചി ജമ്പിങ്ങില്, ഞാനല്ല നമ്മളെല്ലാരും കൂടി കൊടുക്കും. അപ്പൊ മോള് ഒരാളെ തള്ളിയിടും. എനിക്ക് 30th ബർത്ത്ഡേക്ക് എന്താ വേണ്ട അറിയോ? 30th ബർത്ത്ഡേക്ക് ഇവൾക്ക് ഹൈറ്റ് പേടിയാണെന്ന് ഞാൻ ഒരു കഥ ഞാൻ കേട്ടായിരുന്നു, പ്രദുവിന് വെച്ചിട്ടുള്ള കഥ. അപ്പൊ ആ കഥ കേട്ടിട്ടപ്പോ ഞാൻ കഥ എന്താണെന്നും എന്തുകൊണ്ടാണ് അതൊക്കെ ഞാൻ അപ്പത്തെ ആ വ്ളോഗിൽ പറയട്ടോ. എനിക്ക് മറ്റേ റെഡ് ലൈറ്റ് തെറാപ്പിയാണ് വേണ്ടത്, അത് മതി. നിന്റെ സ്കിൻ കെയർ ഒക്കെ എല്ലാവരും ഒരു 100 euro വെച്ചിട്ട് എനിക്ക് റെഡ് ലൈറ്റ് തെറാപ്പി. മോള് നിങ്ങൾ തന്നെ കിട്ടുക. പിന്നെ ക്രേസി തിങ്സ് ഡൺ ടുഗെദർ, പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരും. ഞങ്ങൾ രണ്ടുപേരും വീട്ടിലെ കൗച്ചിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒന്നും മുടി കുറയ്ക്കാം എന്ന് പറഞ്ഞിട്ട് ഇത്ര ഉണ്ടായിരുന്ന മുടി ദീപ ചേച്ചി ഇത്രയാക്കി, ഇത്ര ഉണ്ടായിരുന്ന മുടി ഞാൻ ഇത്രയാക്കി. പക്ഷെ അവള് ചെയ്തിട്ട് അവള് ഹാപ്പി ആയിരുന്നു, ഞാൻ ഹാപ്പി ആയിരുന്നു. എന്നെ കഴുത്ത് പിടിച്ച് സത്യം ചെയ്ത പോലെ അവിടെ നിന്ന് ഇറങ്ങാതെ. ശരിയാണ്. അതല്ലാതെ കുറെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇംപ്രോംപ്റ്റു വ്ളോഗ് എടുത്തിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഒരു വ്ളോഗ് എടുക്കാൻ പോയതാണ്. അത് ഒരിക്കലും ലോകം കണ്ടില്ലെങ്കിലും നടന്ന് സെന്ററത്തെ കുറെ ആൾക്കാരോട്, അതായിരുന്നു ക്രേസിയസ്റ്റ്. എന്തായിരുന്നു വ്ളോഗ് ഓർമ്മയില്ല, എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ഓ, അത് ഞങ്ങൾ ലോകം കാണിച്ചിട്ടില്ല. കാരണം കുറച്ച് ഞങ്ങൾ തന്നെ കണ്ടപ്പോൾ ലജ്ജ തോന്നി. ക്വാളിറ്റി യു ലൈക്ക് ആൻഡ് അഡോർ ഇൻ ഈച്ച് അതർ. അറിയിട്ടുണ്ട്. പണ്ട് ഐഷുവിനെ കുറച്ചുകൂടി എൻ്റെ ലെവലിൽ എനിക്ക് കാണാൻ പറ്റിയിരുന്നു. ഇപ്പോൾ അവൾ വളർന്ന് എവിടേക്ക് എത്തിക്കും. ഇപ്പോൾ അവളുടെ ഒരു ഗുഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പ്ലാനിങ് ചെയ്തിട്ട് ഓവറാക്കലാണ്. അവൾ പ്ലാൻ ചെയ്ത പ്ലാനിൽ സ്റ്റിക്ക് ചെയ്യും. അപ്പോൾ ഇപ്പോൾ അത് ഇൻകൾക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം എൻ്റെ ബേസ് ക്യാരക്ടർ തന്നെ കുറച്ച് ലൗഡും കുറച്ച് കോംപ്ലക്സ് ആക്കാം. അത് അവളുടെ കാഴ്ചപ്പാട്. എൻ്റെ കാഴ്ചപ്പാടിൽ ഐ എം ജസ്റ്റ് ബീങ് മോർ ക്രിയേറ്റീവ് മാൻ. അപ്പോൾ ആ ക്രിയേറ്റിവിറ്റി ടോൺ ഡൗൺ ചെയ്യാൻ പറ്റുന്നെങ്കിൽ തോന്നുന്നില്ല. പക്ഷേ ഐഷുവിന് ജോക്സ് അപ്പാർട്ട് ഇപ്പം ഇഷ്ടമുള്ളത് ഐഷു ഒരു സാധനം പ്ലാൻ ചെയ്യുന്നു, അതിൽ സ്റ്റിക്ക് ചെയ്യുന്നു, അത് എക്സിക്യൂട്ട് ചെയ്യുന്നു, അത് നടത്തുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പഠിച്ചെടുത്തതായിരുന്നു. നല്ല കാര്യമാണ്. ലിറ്ററലി അഡ്മയർ ഇറ്റ്. എനിക്ക് ദീപചിത്രയിൽ ഇഷ്ടമുള്ള കാര്യം ഞാൻ പഠിച്ചെടുത്തിട്ടുള്ള കാര്യം കേട്ടോ. എനിക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല അങ്ങനെ തോന്നുന്ന ഒരു കാര്യം അങ്ങനെ എനിക്കറിയില്ല. പക്ഷെ എന്നാലും ദീപചിത്ര ഞാൻ ഒരുപാട് ക്വാളിറ്റീസ് പഠിച്ചെടുത്തിട്ടുണ്ട്. അതിലൊന്ന് എനിക്ക് ഭയങ്കര ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഒരാളാണ്. ഒരു കാര്യത്തിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പഠിച്ച് ഉള്ളിൽ പോയി അത് സക്സസ് ആയിട്ട് വരിക എന്നുള്ളത് ചെയ്യാറുള്ള ഒരാളാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ എനിക്കതൊരു ഭയങ്കര അതിങ്ങനെ കുറച്ചിങ്ങനെ ഇപ്പം എന്താ പറയുക, ആ ആളുടെ ക്യാരക്ടറിന്ന് ആ ഒരു ക്യാരക്ടർ ഇങ്ങനെ എടുത്തു നിൽക്കുകയും ചെയ്യും. ലൈക്ക് ഷീ ഈസ് ഡിറ്റർമൈൻഡ് എന്നുള്ളത്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര തോന്നിയിട്ടൊരു കാര്യമായിരുന്നു. അപ്പം ഞാൻ ജോലി നോക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു അത്. കാരണം ദീപ ചേച്ചി ഇവിടെ വന്നിട്ട് ഏകദേശം ഒരു 2.5 വർഷം കഴിഞ്ഞിട്ടാണ് ജോലി കിട്ടിയത്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ ഉള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ ചില കാര്യങ്ങൾ എനിക്ക് ഗീവ് അപ്പ് ചെയ്യണം എന്നൊക്കെ തോന്നിയിരുന്ന സമയത്ത് ഞാൻ ദീപ ചേച്ചീനെ ആലോചിച്ചിട്ട് ഞാൻ സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ ഈ പോയിന്റ് ഒരു കാര്യം പറയാം, ഒരുപാട് പേര് ജോലിയും ഓപ്പർച്യൂണിറ്റീസും ഇവിടെ എങ്ങനെ വരികയെന്ന് പറഞ്ഞിട്ട് കുറേ കമൻസ് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൺസിഡർ ചെയ്യാത്തതല്ല. ഇപ്പോൾ ഒരു രാജ്യത്തിൽ സക്സസ്ഫുൾ ആവാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറേ ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് അതിൻ്റെ കണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ ഫോളോ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ഒത്തൻറ്റിക് ഇൻഫർമേഷൻ കിട്ടുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങളുടെ ജേർണി ഞങ്ങൾക്ക് പറയാനുള്ളത് പലതവണ. പിന്നെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാം, ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റിനും എനിക്ക് ആൻസർ ചെയ്യണം
എന്ന് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. കാരണം ഇപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് പോകുക, അവിടെ ഒരു ജോലി ചെയ്യുക, അതൊക്കെ ഓരോരുത്തരുടെയും ഭയങ്കര അത്രയും ആഗ്രഹം കാരണം നിങ്ങൾ ചോദിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഓരോ ഫീൽഡും ഉണ്ടല്ലോ, ഞാൻ ഇന്ന് വരെ കേൾക്കാത്ത എന്താണ് ആ ജോലി എന്ന് പോലും അറിയാത്ത കാര്യം നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാനത് ആരുടെ അടുത്താണ് ചോദിക്കുക? എനിക്കിപ്പോൾ ഇവിടെ ഉള്ള ജർമ്മനിയിൽ ഒരു കൺസൾട്ടൻസിന് എനിക്കറിയായിരുന്നു. അത് ഞാൻ ഒരു തവണ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു കൺസൾട്ടൻസിയാണ് അവർ നമുക്ക് ഫോളോ ചെയ്യാന്നുള്ളത്. അപ്പോൾ ആ ഒരു ഫീൽഡിലുള്ള ആൾക്കാർക്കാണ് കൂടുതൽ അതിനെപ്പറ്റി അറിയുന്നുണ്ടായിരിക്കുക. ഇപ്പോൾ നാട്ടിൽ നമ്മൾ നിൽക്കുന്ന സമയത്തും എന്നോട് ഇവിടെ ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി എത്ര അതെങ്ങനെയാന്ന് ചോദിച്ചാൽ അറിയില്ലല്ലോ. അതേപോലെ തന്നെ എനിക്കറിയില്ല. അറിയുന്നത് ഇപ്പൊ ടെസ്റ്റിങ്ങിന് എങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡെവലപ്പർ ആവാൻ എന്താണ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നേഴ്സ് ആവാൻ എന്താണ് ചെയ്യേണ്ടത്, മെഡിക്കൽ ഫീൽഡിൽ വരാൻ എന്താണ്, ബി-ഫാം എന്താണ്. ഞാനൊരു നേഴ്സിനെ കണ്ടിട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ. അവരോട് ഡീപ്പായിട്ടുള്ള കോൺവെർസേഷൻ വിഷ്ണു 1-2 തവണ ഇവിടെ സർജറിക്കൊക്കെ പോയ സമയത്താണ് അവരോട് ഞാൻ സംസാരിച്ചിട്ട് വരില്ല. പിന്നെ അറിയണ ഒരു നേഴ്സ് നീച്ചേച്ചിയാണ്. നീച്ചേച്ചെടുത്ത് പക്ഷെ ഞാൻ അങ്ങനത്തെ കാര്യമൊന്നും ചോദിച്ചിട്ടില്ല. എനിക്കും ഇതേപോലെ ഐഷു പറഞ്ഞ പോലെ നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്. അപ്പോൾ എനിക്ക് പറ്റാവുന്നവർക്കൊക്കെ ഞാൻ ഇമെയിൽ റെസ്പോൺസ് കൊടുക്കാറുണ്ട്, ഇങ്ങനെ കരിയർ സെറ്റ് ചെയ്യാം. പിന്നെ കുറേ പേര് മോളിക്കുലർ ബയോളജി, ബയോടെക്നോളജിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഫീൽഡാണ്. ഞാൻ അടുത്ത് തന്നെ വീഡിയോ ആയിട്ട് വരാം, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എവിടെ എങ്ങനെ ഓപ്പർച്യൂണിറ്റി സെറ്റാക്കുക. അപ്പോൾ പറഞ്ഞ പോലെ എനിക്ക് അറിയുന്ന മേഖലയെക്കുറിച്ച് ഞാനും ഐഷും പറയും, അറിയാത്തത് പറയാൻ പറ്റില്ല. റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒരാളുടെ ജോലി, ഒരാളുടെ ജീവിതം വെച്ചിട്ടുള്ള കാര്യമാണ്. തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ തന്ന് നിങ്ങളൊരു തെറ്റായ റൂട്ടിലൂടെ കൊണ്ടുപോകുന്നത്, ലൈക്ക് ഇപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്ത അത്യാവശ്യം ആൾക്കാർക്ക് കാണാൻ ഇഷ്ടമുള്ള വീഡിയോസ് ആയിരിക്കുമല്ലോ. എങ്ങനെ നെതർലാൻഡ്സ് വരാം, എങ്ങനെ യൂറോപ്പിൽ വരാം. തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കാൻ എളുപ്പമാണ്. പക്ഷെ അത് ഒരുപാട് ആൾക്കാർക്ക് ലൈഫും അല്ലെങ്കിൽ ജോലിയും വെച്ച് ഞാൻ കളിക്കുന്നത് പോലെയാണ്. എനിക്കത് ചെയ്യാൻ 0 ഇൻട്രസ്റ്റ് ആണ്. എനിക്ക് അറിയുന്ന കാര്യങ്ങളെ പറ്റി ക്രെഡിബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ തരാത്തതല്ല. അത് ഒരിക്കലും നിങ്ങളായിട്ട് പറഞ്ഞു തരണ്ട എന്ന് വിചാരിച്ചിട്ടല്ല. അതെ, ഇഗ്നോർ ചെയ്യുന്നതും അല്ല. സോ ഐ ഹോപ്പ് യു ഗൈസ് വിൽ റെസ്പെക്ട് ദാറ്റ്. അപ്പോൾ വിത്ത് ദിസ് നമ്മുടെ വ്ളോഗ് എൻഡായിരിക്കുന്നു. ഇനി നമ്മൾ രണ്ടുപേരും ആംസ്റ്റർഡാം സെൻട്രൽ കറങ്ങാൻ പോവാണ്. അപ്പോൾ അടുത്തൊരു ഷോപ്പിംഗ് വ്ളോഗായിട്ട് അതിശീഘ്രം വരുന്നത്. അതിശീഘ്രം പെട്ടെന്ന് ഞാൻ മലയാളം വേർഡ് പഠിപ്പിച്ച് കൊടുത്തു. അത് തമിഴല്ലേ? മലയാളമാണ്. ആണല്ലേ, മലയാളമാണ്. അപ്പൊ ഗീതുവിന്റെ ഒക്കെ മലയാളം വൻ കോമഡിയാണ്. ദീപ ചേച്ചി ബെറ്റർ ആണോ ഗീതുവിനെ വെച്ച് നോക്കുമ്പോ? ഗീതുവിന് കുറച്ച് എക്സ്പോസർ പ്രാവശ്യം ഞാൻ ഗീതു ആയിരുന്നു കുറെ കാലം മുന്നേ. ഗീതു അന്ന് അരയണത്തിനെ കണ്ടത് അരവണ പോണു. പിന്നെ നമുക്ക് ഈ ഇടവേളയിൽ കൂടെ പോവാം, അതായത് ഈ ഇടവഴിയിൽ കൂടെ പോവാം. അപ്പോൾ ഗൈസ്, till we meet next time, stay healthy, stay safe. It's ciao ciao from തനി മലയാളി and Tiamu. ടാറ്റാ. എനിക്ക് ചെറുപ്പം മുതലേ നമുക്ക് ഓരോ കമന്റ്സ് കിട്ടുമല്ലോ, നീ ഇങ്ങനെയാണ്, നീ അങ്ങനെയാണ്, മീൻസ് അയ്യോ മറ്റേ എന്ത് നമ്മള് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പൊ എന്താ പറയാ, ഇങ്ങനത്തെ വീഡിയോ എടുത്തിട്ട് ശീലമില്ലാത്തതുകൊണ്ട് പലതും ഇടയ്ക്കാണ് എപ്പോഴാണ് ഫ്ലോയിൽ വരുന്നത്. അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, എന്റെ അയച്ചു